ഒരുപാട് സംഭവമുണ്ട്. പല രീതിയിൽ പല വെറൈറ്റി ഓഫറുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ ആൽക്കഹോളിക് ആയിട്ടതും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളതൊക്കെ ഷൈനിങ് ആയിട്ടിരിക്കുന്നു. പൊള്ളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും റെസ്റ്റോറൻറ്റ്സിൽ, നിങ്ങളെല്ലാവരും ഹോട്ടൽസിലൊക്കെ പോകുന്നതാണ്. അവിടെ പോയി നിങ്ങൾ ബിവറേജസ് എന്ന് വെച്ചാൽ ആൽക്കഹോളിക് ആയിട്ടതും നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ കുടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ബാർ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്, റെസ്റ്റോറൻറ്റ്സിൽ അടിപൊളി ചെയറൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ സൈഡിലായിട്ട് ഒരു ബാർ കൗണ്ടർ, അവിടെ അടിപൊളി ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ബാർട്ടർ അടിപൊളിയായിട്ട് ഒരു കോക്ടെയിൽ അല്ലെങ്കിൽ മോക്ടെയിൽ മേക്ക് ചെയ്ത് കാണുമ്പോൾ തന്നെ കാണാൻ രസം. അവരത് നല്ല അടിപൊളി ഗ്ലാസ്സിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഗാർണിഷ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ തരുന്നു. അപ്പോൾ നിങ്ങളത് കുടിക്കുന്നു. അതിപ്പം ആൽക്കഹോളിക് ആകാം, നോൺ ആൽക്കഹോളിക് ആകാം. അപ്പോൾ പല രീതിയുണ്ട്. അപ്പോൾ ആ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് നമ്മൾ മെയിനായിട്ട് ബാറിൽ വേണ്ട ഒരു സാധനമാണ്, ബാർ അറ്റൻഡേഴ്സിന് വേണ്ട ഒരു സാധനമാണ് ഒരു ബാർ കിറ്റ്. നമ്മൾ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തു. അറൗണ്ട് $49 ആയി ഈ സാധനത്തിന്. ഒരുപാട് സംഭവമുണ്ട്. പല രീതിയിൽ പല വെറൈറ്റി ഓഫറുകളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് എടുത്തേക്കുന്ന ഇതാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസും ഉണ്ട്, ഒരു 35 ഐറ്റംസ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യുന്നത്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്ര ഉള്ള ഒരു ബോക്സിലാട്ടോ വന്നിരിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ബാർ അറ്റൻഡർ കിറ്റ് ഫോർ മെൻ ഫോർ ഡാഡ്, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ വീട്ടിലൊക്കെ അത്യാവശ്യം നമുക്ക് വലിയ ബാറും കുഞ്ഞു മിനി ബാറൊക്കെ ഉള്ളവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് നിരത്തി വെക്കും. ഒരുപാട് സാധനങ്ങളുണ്ട്, 35 ഐറ്റം ഉള്ളപ്പോഴത്തേനും കുറേ ഇങ്ങനെ നിരത്തി വെക്കാനുള്ളതുണ്ട് കേട്ടോ എന്തായാലും. ഓക്കെ, അപ്പോൾ എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കാണ്. കണ്ടോ, ഒരു അടിപൊളി ബാംബു സ്റ്റാൻഡാണ് കേട്ടോ. അടിപൊളി ഒരു ബാംബു സ്റ്റാൻഡാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കവറെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ ഐറ്റംസും ഞങ്ങൾ ടേബിളിൽ എടുത്തു വെച്ചു. ഇനി ഓരോന്ന് കവർ പൊളിച്ച് എടുത്ത് മാറ്റി വെക്കുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു അടിപൊളി സ്റ്റൈലിഷ് ബാംബു സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ ഒരു അടിപൊളി പ്രീമിയം ഒരു കോക്ടെയിൽ ഷേക്കർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ റെസിപ്പിയുടെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് റെസിപ്പി കോക്ടെയിലൊക്കെ മേക്ക് ചെയ്യാം. ആൽക്കഹോൾ ആണെങ്കിലും നോൺ ആൽക്കഹോൾ ആണെങ്കിലും. പക്ഷേ ഇതിൻ്റെ അകത്ത് കൊല്ലാൻ കൊടുത്തിരിക്കുന്ന ആൽക്കഹോൾ ഉള്ള ഒരു കോക്ടെയിലിൻ്റെ റെസിപ്പി ബുക്കാണ്. ഞാൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഇതുണ്ടോ, സംഭവം ഒന്നും പറയണ്ട, അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നും ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്കിവിടെ ആദ്യം വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിപ്പി ബുക്ക് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ഷേക്കറാണ്. അപ്പോൾ നല്ല അടിപൊളി ഷേക്കർ കാണിക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ഇപ്പോൾ തൽക്കാലം ഇടുവാണ്. അപ്പോൾ ഇത് അറൗണ്ട് 750 ml നമുക്ക് ഇതിൻ്റെ അകത്ത് 750 ml കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊരു സ്റ്റൈലിഷ് ഒരു കോക്ടെയിൽ ഷേക്കറാണ്. അടിപൊളി നല്ല ഷൈനിങ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കാണത്തില്ലേ ബാർട്ടൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോക്ടെയിൽ ഷേക്കർ. അപ്പോൾ നമ്മൾ അത് വെക്കാനുള്ള സ്ഥലം അത് നമ്മളിവിടെ വെച്ചു. നമ്മളിങ്ങനെ ഓരോന്ന് വെച്ചും കൂടെ പോവാം. എടുക്കുന്നു, ഓരോന്ന് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സാധനം എടുക്കുകയാണ്. ഇതാണ് ബട്ട്ലർ. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇതിനകത്തൊക്കെ ഇട്ടിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് ലെമണും മിൻസ് ലീവ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മല്ലി ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ് ബട്ട്ലർ. അടിപൊളി കേട്ടോ, നല്ല ഒരു അടിപൊളി നല്ല ക്വാളിറ്റി സംഭവം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ, നമ്മളിപ്പോൾ ഇതിവിടെ വെച്ചു. അപ്പം നല്ലതായിട്ടുണ്ട്. അടുത്തായിട്ടുള്ള ഐറ്റം ആണ് സ്ട്രെയിനർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്ട്രെയിനർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കോക്ടെയിലൊക്കെ മിക്സ് ചെയ്തു എല്ലാം ഷേക്ക് ചെയ്ത് റെഡിയാക്കി എടുത്ത് കഴിയുമ്പോഴത്തേന് ഇത് നമ്മൾ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒഴിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉപകാരം. അങ്ങനെ സ്ട്രെയിനർ. ഓക്കെ, സ്ട്രെയിനർ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കണ്ടെത്താൻ പോകുന്ന സാധനം ഓക്കെ, ഇതാണ് ഐസ് ടോങ്. അപ്പോൾ നമ്മൾ ഐസ് ബക്കറ്റിൻ്റെ അകത്തുനിന്ന് ഐസൊക്കെ എടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് ഇടാനും അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യും ഐസ് ടോങ്. ഓക്കെ, അടുത്തായിട്ടുള്ള നമ്മുടെ ഒരു സാധനമാണ്
ജിഗർ. ഓക്കെ, ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് ആൽക്കഹോളിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ഒഴിക്കുന്നതാണ്, സിംഗിളും ഡബിളും ഒക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽസിൽ നിന്ന് എടുത്ത് ഒഴിക്കുന്നു, സാധനം നമ്മളിങ്ങനെ ഒഴിക്കുന്നു. അപ്പോൾ ഇതാണ് ഇത് മെഷർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ആയിട്ട് അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ നമ്മുടെ സ്പൂൺ കണ്ടോ, ഒരു കുഞ്ഞ് സ്പൂൺ ആട്ടോ, ഗാർണിഷൊക്കെ സെറ്റ് ചെയ്യാനും എല്ലായിട്ടൊക്കെ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇത് ചെക്ക് ചെയ്യാനും ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കാനും ഇങ്ങനെ സ്പൂണ്, ഇത് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ സ്പൂൺ, അപ്പോൾ നമ്മളിവിടെ ബാർ സ്പൂൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് 3 ഐസ് സ്റ്റോൺസ് ഉണ്ട്. ഐസ് സ്റ്റോൺസ് അത് നമ്മൾ വിസ്കിക്കകത്തൊക്കെ നമ്മൾ വിസ്കി ഗ്ലാസ്സിൽ ഇത് ഇടുന്നു, ഐസ് ഇടുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഇട്ട് കറക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതാണ്. അപ്പോൾ ഇതാണ് ഐസ് സ്റ്റോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കുറേ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഐറ്റംസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നമ്മുടെ വൈൻ ഓപ്പണറാണ്, വൈൻ ഓപ്പണർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ക്രൂ ഇതുപോലെ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ വൈൻ്റെ കോക്കുണ്ട്, അത് കോക്ക് ഓപ്പണർ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ കറക്കി ഈ സാധനങ്ങൾ എടുക്കുന്നു, അങ്ങനെ വൈൻ ഓപ്പണർ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു അടിപൊളി ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വൈൻ ഓപ്പണറും ഉണ്ട്, അത് നമ്മൾ ഇവിടെ വെച്ചു. ഇത് ലിക്വർ പോററാണ്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ബോട്ടിൽ വെച്ച് ഇങ്ങനെ ഒഴിക്കുക. അപ്പം അതാണ് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് നമ്മുടെ ജിഗറിനകത്തോട്ടൊക്കെ ഒഴിക്കുന്ന മെഷർമെൻറ്റിൽ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത്. ഇത് നമുക്കൊരു 4 എണ്ണം ഉണ്ട് കേട്ടോ, 4 എണ്ണം ഉണ്ട്. 4 എണ്ണവും അതോടൊപ്പം തന്നെ അതിനുള്ള ക്യാപ്പും ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാത്തിനും ക്യാപ്പും ഉണ്ട് കേട്ടോ, ഈ ബ്ലാക്ക് കുഞ്ഞു ക്യാപ്പും ഉണ്ട് ഇതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ അടച്ചു വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ഉറുമ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് പോകാണ്ടിരിക്കാനൊക്കെ ആയിട്ടും പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൽ 4 എണ്ണം ലിക്വർ പോററും അതിൻ്റെയോടൊപ്പം തന്നെ 8 ക്യാപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 എണ്ണം എക്സ്ട്രാ ഉണ്ട്, അവനെ നമുക്ക് ഇങ്ങോട്ട് വെച്ചേക്കാം. ഓരോ കവേഴ്സ് എല്ലാം ഇങ്ങനെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് 2 ബോട്ടിൽ സ്റ്റോപ്പർ ഉണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു മെറ്റീരിയലും ഉണ്ട്, ഇവിടെ ഇങ്ങനെ ബാക്കിയെല്ലാം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറക്കി വെക്കുവാണെങ്കിൽ അതങ്ങനെ അടഞ്ഞിരുന്നു. കാരണം വൈന് പിന്നെ നമ്മുടെ ചില ബോട്ടിൽസിനൊക്കെ ക്യാപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ബോട്ടിൽ സ്റ്റോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മെയിൻലി നമുക്ക് വൈനാണ്, വൈൻ ബോട്ടിൽസ് നമുക്ക് ഈ കോക്കൊള്ളൊക്കെ ഊരി കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് യൂസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള 2 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് 2 നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആകെ പറയാനുള്ളതെന്ന് വെച്ചാൽ 1, 2, 3 ഐറ്റങ്ങൾ കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സ്ട്രോ ആണ്. ഓക്കെ, ഇപ്പോൾ 2 തരത്തിലുള്ള സ്ട്രോ ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് വളഞ്ഞിരിക്കുന്ന സ്ട്രോയും ഉണ്ട് കേട്ടോ. അപ്പം ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ടേസ്റ്റ് ഒക്കെ അറിയാനും അങ്ങനെ നോക്കാനും പിന്നെ അത്യാവശ്യം ഉള്ള 2 സ്ട്രോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 2 സ്ട്രെയിറ്റ് സ്ട്രോയും അതോടൊപ്പം തന്നെ 2 ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നുണ്ടോ. സാധാരണ നമ്മൾ മേടിക്കില്ല, പ്ലാസ്റ്റിക് ഇങ്ങനെ നമ്മൾ വെക്കും, അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത്യാവശ്യം അങ്ങനെ 4 എണ്ണം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അതെന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടോ, അങ്ങനെ 4 എണ്ണം. അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇത് ക്ലീനറാണ്. നമ്മൾ സ്ട്രോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തോടൊക്കെ ഇട്ടിട്ട് സ്ട്രോ ക്ലീൻ ചെയ്യാം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ക്ലീനറാണ്. അപ്പോൾ അതും നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഭദ്രമായിട്ട് വെക്കാം. പിന്നെ ഉള്ളത് ഈ 4 സ്റ്റിക്ക് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഗാർണിഷൊക്കെ ഇങ്ങനെ നല്ല നമ്മൾ കണ്ടില്ലേ, ഗ്രേപ്സ്, പൈനാപ്പിൾ, പിന്നെ അങ്ങനെ ഒലീവ്സ്, ഇതൊക്കെ നമ്മളിങ്ങനെ ഗാർണിഷിന് യൂസ് ചെയ്യാറുണ്ട്. കോക്ടെയിൽ മോക്ടെയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വെക്കും ഇപ്പോൾ ഗാർണിഷായിട്ട്. അപ്പോൾ അതിനുള്ളൊരു സ്റ്റിക്കാണ്. അപ്പോൾ അതൊരു 4 എണ്ണം ഉണ്ട്. അപ്പോൾ അവനെ വെക്കാനുള്ള എല്ലാം നമുക്ക് നീറ്റായിട്ട് ക്ലീനായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാംബു സ്റ്റാൻഡ് ആട്ടോ. ഇത് നല്ല ഭദ്രമായിട്ട് വെക്കാം, നന്നായി വൈപ്പ് ചെയ്ത് എല്ലാം ജസ്റ്റ് ഒന്ന് യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് വെക്കുവാണെങ്കിൽ കണ്ടോ അതിമനോഹരമായിട്ടുള്ളൊരു സ്റ്റാൻഡ്
അപ്പോൾ എല്ലാ ഐറ്റംസും ഇങ്ങനെ നൈസായിട്ട് ഇവിടെ വെക്കാനും പറ്റും കേട്ടോ. പിന്നെ ഒരു 4 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഐ സ്റ്റോൺ, ഒരു 3 ഐ സ്റ്റോണും പിന്നെ ഒരു 4 ഇതും സെപ്പറേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം നമുക്കൊരു ബാഗ് ഉണ്ടെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് നൈസായിട്ട് വെക്കുകയും ചെയ്യാം. ഒരു അടിപൊളി ഒരു കോക്ടെയിലിൻ്റെ ഒരു ബുക്ക്ലെറ്റ് കണ്ടോ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ക്ലാസിക്കൽ കോക്ടെയിൽ, ബ്ലഡി മേരി, സെക്സ് ഓൺ ദ ബീച്ച് ആൻഡ് ലോങ് ഐലൻഡ് ഐസ് ടീ, ടക്കീല, സൺറൈസ്, ഇതെല്ലാം മോഡേൺ ക്ലാസിക് കോക്ടെയിൽ റെസിപ്പീസ് ആണ്. അതുപോലെ തന്നെ അടുത്ത സൈഡിലും ഉണ്ട് കേട്ടോ. അടുത്ത സൈഡിലാണെങ്കിൽ മാർഗരീറ്റ, നീഗ്രോണി, ജിൻ ആൻഡ് ടോണി, കോസ്മോപോളിറ്റൻ, അപ്പോൾ അങ്ങനെ ഒരുപാട്. അപ്പോൾ ഈസി കോക്ടെയിൽ ഡ്രിങ്ക് ടു മേക്ക് അറ്റ് ഹോം ആൻഡ് പാർട്ടി. ഇവിടെ എല്ലാത്തിനും ലൈസൻസ് വേണം. അപ്പം ഫുഡ് സർവീസ് സെക്ടർ ആണെങ്കിൽ ഫുഡ് ഹാൻഡ്ലർ സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ ഞാനിപ്പം റെസ്റ്റോറൻറ്റ്സ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആൽക്കഹോൾ നമുക്ക് സെർവ് ചെയ്യണം. അപ്പോൾ ആൽക്കഹോൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽക്കഹോളിൻ്റെ സ്മാർട്ട് സെർവ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ലൈസൻസോടെ നമുക്ക് പബ്ലിക്കായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിമനോഹരമായ ഒരു ഇത് എനിക്ക് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആമസോണിൽ നോക്കിയപ്പോൾ കണ്ടു, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ടാകും കുറേ മോക്ടെയിൽസ് ഒക്കെ മേക്ക് ചെയ്ത് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ ആൽക്കഹോൾ ഇല്ലാത്തതും ആൽക്കഹോൾ ഉള്ളതുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കുറേ ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിങ്ങനെ ഇത് കിട്ടിയത്. അപ്പോൾ അവിടെ ഫ്രീ ലൈൻസ് ആയിട്ടൊക്കെ പാർട്ടിക്കൊക്കെ നമുക്ക് പുറത്തൊക്കെ പോകാം. അപ്പോൾ അവിടെ നമുക്ക് ബാർട്ടൻഡറായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ വീട്ടിലിങ്ങനെ ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ബാർട്ടൻഡർ ആകാം. ഒരുപാട് ആൾക്കാർ ബാർട്ടൻഡർ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം ഇങ്ങനെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ സ്പെഷ്യലി ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ വാങ്ങി ഒരു രസത്തിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കണ്ടു മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും വീട്ടിലേക്ക് ഇങ്ങനെ മോക്ടെയിലൊക്കെ ഉണ്ടാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ട ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ ഒരു 35 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത്ര ഐറ്റംസ് ഒന്നും വേണ്ട. ഒരു ജഗ്ഗറും പിന്നെ ഒരു ഷെയ്ക്കറും ഒരു മല്ലറും ഒരു ഐസ്റ്റോങ്ങും പിന്നെ പൗഡറും ഒരു ഓപ്പണറൊക്കെ അത്ര മതിയെങ്കിൽ അതിൻ്റെതനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കുറയുന്ന പ്രോഡക്റ്റ്സ് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സംഭവം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്ക് കാണാൻ അതിമനോഹരമല്ലേ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇത് നല്ല രസമായിട്ട് മാത്രം പോരാ, അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചിലപ്പം കുഞ്ഞു മോക്ടെയിലിൻ്റെയോ വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അങ്ങനെയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിജോ ചാൻ.